ഡൽഹി പോലീസ് CJP നേതൃത്വത്തിന് പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ട് കൃത്യമായിട്ടുള്ള വാണിംഗ് നൽകിയിരുന്നു. ഒരു തവണയൊന്നല്ല, നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇടപെട്ട് ക്രൗഡിനെ നിയന്ത്രിക്കണം. ജന്തർ മന്ദറിൽ ഈ രീതിയിലൊരു പ്രതിഷേധം സാധ്യമല്ല. അതുമാത്രമല്ല, അക്രമികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വലിയൊരു അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാർലമെന്റ് മാർച്ചിൻ്റെ ആ ഒരു മറ പിടിച്ചെന്നൊക്കെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഡൽഹി പോലീസ് CJP നേതൃത്വത്തിന് നൽകിയിരുന്നു. അശുതോഷ് റാങ്കിക്കും സൗരവ് ദാസിനൊക്കെ നൽകിയിരുന്നു. പക്ഷെ അവരതിനെ അവഗണിച്ചു, ഒട്ടും വില നൽകിയില്ല എന്നതാണ് വസ്തുത. അത് സംബന്ധിച്ചുള്ള വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. मैं तो कब से बुला रहा हूँ यार, अभी तो ऑफिशियली आप लोग आपके वॉलंटियर को वेरीफाई करवानी पड़ेगी ऑनलाइन। कब को यार और यहाँ आके रोज आज हो ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും ലാഘവ ബുദ്ധിയോട്, ഒട്ടും ടെൻഷൻ ഇല്ലാതെ, കൂസലില്ലാതെയാണ് ഇവർ പോലീസിനെ അഭിമുഖീകരിച്ചത്. പോലീസിൻ്റെ ഉന്നത നേതൃത്വം ന്യൂഡൽഹി DCP സച്ചിൻ ശർമ്മ ഉൾപ്പെടെ വന്നിട്ടാണ് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഇടപെടണം, വോളണ്ടിയേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ നിയന്ത്രിക്കണം, ഈ ക്രൗഡിനെ നിയന്ത്രിക്കണം, നിങ്ങൾ നിങ്ങളുടെ ആളുകളെ കൃത്യമായിട്ട് നിയന്ത്രിക്കണമെന്നുള്ള നിർദ്ദേശം അവരിങ്ങനെ തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടിരിക്കുക. പക്ഷേ സൗരവ് ദാസും അതുകൂടാതെ അശുതോഷ് റാങ്കിയൊക്കെ ഇതിനെ വളരെ ലാഘവ ബുദ്ധിയോടെയാണ് കാണുന്നത്. സൗരവ് ദാസ് ആണെങ്കിൽ താഴോട്ട് നോക്കുന്നു, മുടി ചീകുന്നു, ഇടയ്ക്ക് ഇങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു. അശുതോഷ് റാങ്കിയും ഇതേ രീതിയിലുള്ളൊരു പെരുമാറ്റം തന്നെയാണ്. അത്രയ്ക്കും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു പെരുമാറ്റമാണ് CJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഡൽഹി പോലീസിൻ്റെ ഉന്നത നേതൃത്വം വന്നിട്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നിട്ടും ഇവർ ആ വാണിങ്ങും ഈ പറയുന്ന രീതിയിലുള്ള ആ ഒരു മുന്നറിയിപ്പൊക്കെ ഇവർ അവഗണിച്ചു എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ CJP നേതൃത്വം എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കരല്ല. അവരുടെ ലക്ഷ്യം കലാപം തന്നെയായിരുന്നു. സാധാരണഗതിയിൽ ഈ രീതിയിലുള്ള ഒരു സന്ദർഭം വരികയാണ്, ഇത്രയും അലാമിംഗ് ആയുള്ളൊരു സിറ്റുവേഷൻ വരുന്നു, ഡൽഹി പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആരാണെങ്കിലും ഒന്ന് ടെൻഷനാവും, അല്പം സമ്മർദ്ദത്തിലാവും. കാരണം ഇവരാണല്ലോ ഇതിൻ്റെ സംഘാടകർ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതിന് ഉത്തരവാദിത്തം പറയണ്ടേ. പക്ഷേ ഇവർക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു കൂസലില്ലാതെയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ CJP സമരത്തിൻ്റെ മറ പിടിച്ച് കലാപം ഉണ്ടാക്കുക, കുറച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു. പാർലമെൻറ്റ് മാർച്ച് അത്രയും മോശമായ രീതിയിലേക്കാണ് പോയത്. നമുക്കറിയാം, പോലീസിന് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ, അതുകൂടാതെ പൊതുമുതൽ നശിപ്പിച്ചത്, അശ്ലീലം പറയൽ, അസഭ്യവർഷം, മൊത്തത്തിൽ രാജ്യത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ പാർലമെൻറ്റ് മാർച്ചിൻ്റെ മറവിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് അവഗണിച്ച് മുന്നോട്ട് പോയി CJP നേതൃത്വം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കലാപം തന്നെയാണ്. ഓഗസ്റ്റ് 15 മുന്നോടിയായിട്ട് രാജ്യത്തൊരു കലാപം ഉണ്ടാക്കുക, കുറച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കുക, എന്നിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ ആഗോളതലത്തിൽ തന്നെ ഒരു മോശം ഒരു പ്രതിച്ഛായയിലേക്ക് എത്തിക്കുക, ഈ സർക്കാരിനൊരു സമ്മർദ്ദം ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തായാലും അത് നടന്നില്ല. എന്തായാലും ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും സമചിത്തതയോടെ ഈ ഒരു പ്രതിഷേധത്തെ നേരിട്ടതെന്ന്. കാരണം അവരുടെ ലക്ഷ്യം കലാപം തന്നെയായിരുന്നു വ്യക്തമായിട്ട് സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആ ഒരു വിദ്യാർത്ഥി സമരത്തിൻ്റെ മറ പിടിച്ചായതുകൊണ്ട് തന്നെ ഇടപെടാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. CJP എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണെന്നും ഒരുവിധം എല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇപ്പം ഇവരെ പിന്തുണയ്ക്കുന്നത്, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന അരാജകവാദികളെ പിന്തുണയ്ക്കുന്നത് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളൊക്കെയാണ്. അവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിലപാട്, മോദി വിരുദ്ധത, പല വിഷയങ്ങളുണ്ട്. അത് നമുക്ക് വിടാം. പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ പോലും ഇപ്പോൾ ഈ CJPയെ പിന്തുണയ്ക്കുന്നില്ല എന്നത് വളരെ ശുഭകരമായുള്ളൊരു കാര്യമാണ്.